തീ പിടിച്ചവരിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. പാലക്കാട് രൂപതയിൽ കോങ്ങാട് ഇടവകയിൽ നിന്നും ബ്രദർ റോയി വർഗീസ് നിരവധി വർഷങ്ങൾ ഗൾഫ് നാടുകളിൽ കർത്താവിന്റെ ശുശ്രൂഷയിൽ വ്യാപരിച്ചതിന് ശേഷം ഇപ്പോൾ പാലക്കാട് മുണ്ടൂർ സീനായി ധ്യാനകേന്ദ്രത്തിൽ അദ്ദേഹം ഒരു ഗാന ശുശ്രൂഷകനാണ്. ഗാന ശുശ്രൂഷയോടൊപ്പം തന്നെ മറ്റെല്ലാ ശുശ്രൂഷകളിലും വ്യാപൃതനായിരിക്കുന്ന റോയ് ബ്രദറിനെ നമുക്ക് പരിചയപ്പെടാം. ബ്രദറെ സ്വാഗതം. ഈ പാലക്കാട് മുണ്ടൂർ ധ്യാനകേന്ദ്രത്തിലാണല്ലോ അങ്ങ് ഇപ്പൊ കുറെ വർഷങ്ങളായിട്ട് ശുശ്രൂഷ ചെയ്യുന്നത്. അതിനു മുമ്പ് ഉള്ള കാലഘട്ടത്തിൽ എവിടെയായിരുന്നു? അതിനു മുമ്പ് ഒരു 12 വർഷം ഗൾഫിലായിരുന്നു, അബുദാബിയിലായിരുന്നു. അപ്പൊ അവിടെ ആയിരിക്കുമ്പോഴും ജീസസ് യൂത്തിന്റെയും കരിസ്മാറ്റിക് കൂട്ടായ്മയിലും പിന്നെ പള്ളിയില് അവിടെ ഈശോയെ കൊടുക്കാനുള്ള ശുശ്രൂഷയൊക്കെ ഉണ്ടായിരുന്നു. പോരുന്നവരെ അത് ചെയ്തിരുന്നു. തുടക്കമൊക്കെ എങ്ങനെയായിരുന്നു? തുടക്കം 1998 ഞാൻ ആദ്യമായിട്ട് മുരിങ്ങൂര് പോയി ധ്യാനം കൂടുന്നത്. ഓഗസ്റ്റ് 7-ാം തീയതി ആണെന്ന് തോന്നുന്നു. 7-ാം തീയതി 8-ാം തീയതി ആണെന്ന്. ചുമ്മാ വെറുതെ ഒരു ധ്യാനം കൂടെ പോയിന്നേ ഉള്ളോ? അല്ല, ഇങ്ങനെ ആഗ്രഹിച്ചിരുന്നു ഞാൻ ഇങ്ങനെ പോകണം. അപ്പൊ അതിനു മുമ്പേ ഗാനമേളയും പ്രോഗ്രാം ആയിരുന്നു. ഗാനമേളയിലുണ്ടായിരുന്നു? ആ, ഗാനമേള. ഏത് ട്രൂപ്പിലായിരുന്നു? പവിഴം. ലാസ്റ്റ് വന്നപ്പോ ഞങ്ങളെ പവിഴം ജ്വല്ലറി സ്പോൺസർ ചെയ്യുന്ന പാലക്കാട് തന്നെ കേന്ദ്രമായിട്ടായിരുന്നു. ഞങ്ങൾ പെരിന്തൽമണ്ണയായിരുന്നു ഞങ്ങൾ ടീം. അങ്ങ് ഇവരുടെ സ്പോൺസർഷിപ്പിൽ ഒരുപാട് പ്രോഗ്രാം ചെയ്തത് കൊണ്ട് പിന്നീട് അവരുടെ ഇതിലേക്ക് അങ്ങോട്ട് മാറി. നിരവധി പ്രോഗ്രാമുകൾ ഉണ്ടായിരുന്നു. ഇഷ്ടം പോലെ പ്രോഗ്രാം. ഈ ഉത്സവ പറമ്പുകളിലും പള്ളിപ്പെരുന്നാളുകളിലും ഒക്കെ സ്ഥിരം സാന്നിധ്യം. അവിടെ ഈ ട്രൂപ്പിൽ എന്തായിരുന്നു ചെയ്തത്? അതില് ആദ്യമൊക്കെ ഞാൻ മലയാളം പാട്ടും പാടുമായിരുന്നു. അപ്പൊ ഞാൻ പാടുമ്പം എന്റെ ഒരു കൂട്ടുകാരൻ എനിക്ക് വേണ്ടി കീബോർഡ് വായിക്കായിരുന്നു. ബാക്കി എല്ലാത്തിനും ഞാൻ കീബോർഡ് വായിക്കായിരുന്നു. പിന്നീട് കീബോർഡ് മാത്രമായി. അങ്ങനെ നിരവധി വർഷങ്ങൾ ഉണ്ടായിരുന്നു. അതെ, ഒരു 85 തൊട്ട് ഒരു 98 വരെ. ചെറുപ്പം മുതലേ നന്നായിട്ട് പാടുമായിരുന്നു? ചെറുപ്പം തൊട്ട് തന്നെ ഞാനിങ്ങനെ ഒരു 8-ാം ക്ലാസ്സിൽ നിന്ന് പഠിത്തമൊക്കെ നിർത്തി. പിന്നെ വീട്ടിൽ തന്നെ ആയിരുന്നു. എന്ത് പറ്റി? അത് വീട്ടിലെ ദാരിദ്ര്യമായിരുന്നു പ്രധാനമായിട്ട്. പക്ഷെ എന്നാലും വേണമെങ്കിൽ പോകായിരുന്നു. പക്ഷെ നമ്മുടെ മടിയും എല്ലാം കൂടെ ആയിട്ട് കൂടി അങ്ങ് അത് അവസാനിച്ചു. ശരി. അത് കഴിഞ്ഞ് നേരെ ഗാനമേളയ്ക്ക് കയറി? ഇല്ല, അതിനുശേഷം ഞാൻ ഒരു 2-3 വർഷം ഒരു അച്ഛന് കുക്ക് ചെയ്ത് കൊടുത്തിട്ട് അച്ഛനെ സഹായിക്കാൻ വേണ്ടി, ഞങ്ങളുടെ വേണ്ടപ്പെട്ട ഒരു അച്ഛനായിരുന്നു. അത് ശമ്പളമൊന്നും മേടിച്ചിട്ടല്ല, ഞാൻ വീട്ടിൽ നിന്ന് പറഞ്ഞു ഞാൻ അച്ഛനെ സഹായിക്കാന്നും പറഞ്ഞിട്ട് അങ്ങനെ ഒരു 3 വർഷം അങ്ങനെ. അപ്പൊ അവരാരും ഈ അച്ഛനോ അല്ല വീട്ടുകാരോ ഒന്നും തുടർന്ന് പഠിക്കാൻ നിർബന്ധിച്ചില്ലേ? ഇല്ല. പിന്നീട് അപ്പൊ അവിടുന്ന് അച്ഛന്റെ ആ കുക്കായിട്ട് നിൽക്കുമ്പോഴാണ് അവിടെ ഒരു ടീം അംഗങ്ങളെല്ലാം കൂടെ കൂടിയിട്ട് ഒരു ഇതിങ്ങനെ പാട്ട് പഠിക്കുന്ന ഒരു സെന്ററാക്കി മാറ്റി. അപ്പൊ അതിൽ എന്നോട് അച്ഛൻ പഠിച്ചോളാൻ പറഞ്ഞു. അവിടുന്നാണ് തുടക്കം, ഈ ഇതിലേക്കുള്ള സംഗീതത്തിലേക്കുള്ള തുടക്കം. ദൈവം നടത്തിയ വഴികളിലെ ഒരു ആരംഭം ആരംഭമായല്ലേ? ഓക്കെ. അതിനുശേഷം പിന്നീട് എങ്ങനെയാണ് ഈ ഗാനമേള? അതിനുശേഷം ഒരുപാട് വർഷങ്ങൾ ഞാൻ പലയിടത്തും പല ടീച്ചേഴ്സിന്റെ അടുത്തും പഠിക്കാനായിട്ട് പൈസ ഇല്ല എങ്കിൽ പോലും അന്നൊക്കെ 10 രൂപയാണ് അന്നത്തെ ഒരു മാസം ടീച്ചർക്ക് കൊടുക്കേണ്ട ഫീസ്. പക്ഷെ അതുപോലെ എടുക്കാനില്ലെങ്കിൽ അമ്മ അവിടെ അടുത്തുള്ള ഒരു ബാലവാടിയിൽ ഇങ്ങനെ ഈ പിള്ളേർക്ക് ഉപ്പുമാവൊക്കെ വെച്ച് കൊടുക്കാനായിട്ടൊക്കെ പോകും. അപ്പൊ അതിൽ നിന്ന് കിട്ടുന്ന 10 രൂപയൊക്കെ ആയിരുന്നു എനിക്ക് അന്ന്. അത്രയും കടുത്ത ഒരു ദാരിദ്ര്യത്തിന്റെ അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പം അപ്പൻ എന്തായിരുന്നു ജോലി? അപ്പൻ കൃഷിയൊക്കെ ആയിരുന്നു. അന്നത്തെ കൃഷി കൊണ്ട് നമുക്കൊന്നും ഒരു കുടുംബം പുലർത്താനുള്ള വരുമാനം ഉണ്ടാവുന്നില്ല. അപ്പൊ അന്ന് പിന്നെ അപ്പച്ചന് അത് പിന്നെ ആ പണിയൊന്നും എടുക്കാൻ വയ്യാതെ വയറുവേദനയൊക്കെ ആയിട്ട് കൃഷിയെല്ലാം അങ്ങ് നിന്നുപോയി. അന്ന് ഞങ്ങൾക്ക് അണ്ടോടാണ്ട് ഉണ്ണാനുള്ള നെല്ലും അങ്ങനെ സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പച്ചന്റെ ഈ സുഖമില്ലാത്ത അവസ്ഥയിൽ പിന്നെ അതൊക്കെ വിൽക്കേണ്ടി വന്നു. അങ്ങനെയാണ് ദാരിദ്ര്യത്തിൽ. ഈ കോങ്ങാട് തന്നെയായിരുന്നു? അല്ല, അന്ന് ഞങ്ങള് പെരിന്തൽമണ്ണ, മലപ്പുറം ജില്ലയിലായിരുന്നു. അവിടുന്ന് പിന്നീടാണ് പാലക്കാട്ടേക്ക് പോകുന്നത്. പാലക്കാട്ടേക്ക് പോകുന്നപ്പോൾ ഞാൻ പെരിന്തൽമണ്ണ തന്നെ ആയിരുന്നു. ഞങ്ങളുടെ ടീം അംഗങ്ങളൊക്കെ അവിടെ ആയിരിക്കുന്നതുകൊണ്ട് അവിടെ തന്നെ ആയിരുന്നു. അപ്പം അവിടെ ഈ ഗാനമേള ട്രൂപ്പിൽ എന്നാ പിന്നെ കയറിയത്? അത് ഞങ്ങളെല്ലാരും കൂടെ തന്നെ, അന്നുണ്ടായിരുന്ന ആ ചെറുപ്പക്കാര് ഞങ്ങളെല്ലാരും കൂടെ കൂടിയിട്ട് ഞങ്ങളാ രൂപീകരിച്ചത്. അപ്പൊ ഞാനായിരുന്നു ഈ ഗിറ്റാറിനും വയലിനും ഒക്കെ നോട്ടൊക്കെ പറഞ്ഞു കൊടുക്കാനൊക്കെ. ഹാർമോണിയം വെച്ചിട്ട് ഞങ്ങൾ ഇതെല്ലാം പഠിക്കുക. എന്നിട്ട് ഈ പ്രോഗ്രാം വരുന്ന അന്ന് ഒരു കീബോർഡ് വാടകയ്ക്ക് എടുക്കും. എന്നിട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യും. എന്നിട്ട് പോയിട്ട് പ്രോഗ്രാം നന്നായിട്ട് നടത്തും. പക്ഷെ അത് നോട്ട് എഴുതാനോ ആരും പഠിച്ചിട്ടില്ല. പക്ഷെ ഞങ്ങൾ ഈ കാസറ്റ് കേട്ടിട്ടുള്ള ആ ഒരു ഇത് വെച്ചിട്ട് പ്രോഗ്രാം നന്നായിട്ട് ചെയ്യുമ്പോൾ 2-3 മണിക്കൂർ പ്രോഗ്രാം ഫേമസ് ആയി അവിടെ. ഈ ഗാനമേള ട്രൂപ്പൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും അത്യാവശ്യം നമ്മുടെ ദാരിദ്ര്യമൊക്കെ മാറിയിരുന്നു.
പിന്നെ ഞാൻ തന്നെ പഠിക്കാൻ വേണ്ടി പിന്നീടും കെസ് ഭവനിലേക്ക് പിയാനോ പഠിക്കാനായിട്ട് പോയി. അത് അങ്ങനെയാണ് പിന്നീട് അബുദാബിയിലേക്കൊക്കെ പോകാനായിട്ട് കിട്ടിയ പിയാനോ പഠിച്ചത്. പാട്ടുമായിട്ട് ബന്ധപ്പെട്ടാണോ ശരിക്കും അബുദാബിക്ക് പോകുന്നത്? അബുദാബിയിലെ പിയാനോ ടീച്ചറായിട്ടാണ് എന്നെ വിളിച്ചത്, അല്ലാതെ മറ്റൊരു ജോലിക്കായിട്ടല്ല. പിന്നീട് അവിടെ അബുദാബിയിൽ നിന്ന് പിന്നീട് ട്രിനിറ്റി കോളേജിന്റെ എക്സാം ഒക്കെ എഴുതി അങ്ങനെ മ്യൂസിക് ടീച്ചർ എന്നുള്ള ഇതിൽ തന്നെ വിസ അടിക്കാനൊക്കെ അവിടുന്ന് സാധിച്ചു. അങ്ങനെ തന്നെ വിസ കിട്ടി. മ്യൂസിക് ടീച്ചർ എന്നുള്ള ഇതിൽ ആദ്യം അടിച്ചപ്പം വേറൊരു ഇതിലായിരുന്നു വിസ അടിച്ചിരുന്നത്. പിന്നീട് ഞാൻ അവിടുന്ന് തന്നെ എക്സാം ഒക്കെ ചെയ്ത് അതിന്റെ മ്യൂസിക് ടീച്ചറായിട്ട് മാറി. ഈ അതിനുശേഷം എന്നാ ശരിക്കും ഈ ഡിവൈനിൽ പോയി ധ്യാനം കൊടുത്തു? ഡിവൈനിൽ തുടങ്ങുന്നത് ഞാനിപ്പോ ഈ ഗാനമേള ടീമിൽ നിന്ന് ഞാൻ രാജിവെച്ച് ഇനി ഞാൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് 2000 അങ്ങനെ ഇറങ്ങാൻ കാരണം എന്താ? അത് എനിക്കങ്ങനെ തോന്നി, ഇനി വേണ്ട, ഇനി അത് വേണ്ട. ഇനി പിന്നെ എനിക്ക് ടീച്ചിങ് ഭയങ്കര ഇഷ്ടമായിരുന്നു, ഈ പിയാനോ പഠിപ്പിക്കാൻ. അപ്പൊ അത് തുടർന്ന് ഞാൻ കെസ് ഭവനിൽ പിന്നെ തൃശ്ശൂര് സ്റ്റീഫൻ ദേവസി ഒക്കെ ഉള്ള കാലത്ത് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ഞങ്ങൾ അന്ന് പഠിക്കുന്നത്. സ്റ്റീഫനും ഞാനും ഒക്കെ ഒരേ ടീച്ചറടുത്തായിരുന്നു ആദ്യം പഠിച്ചിരുന്നത്. അപ്പൊ അവിടുത്തെ ടീച്ചർ ലെസ്ലി പീറ്റർ സാർ എന്ന് പറഞ്ഞ് ഞങ്ങളുടെ സാറുണ്ടായിരുന്നു, ഷൊർണൂര്. സാറ് പറഞ്ഞിട്ടാ പിന്നെ ഞങ്ങള് തൃശ്ശൂരേക്ക് പോന്നു. ആദ്യം ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനും കൂടെ പോയി, പിന്നീട് സ്റ്റീഫനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടു. അങ്ങനെ അവിടുന്ന് ആ പഠിച്ചതിന്റെ പേരിലാണ് പിന്നീട് അങ്ങനെ അബുദാബിക്ക് പോകാനായിട്ടൊക്കെ നമുക്ക് അവസരം കിട്ടി. ഈ 98 ധ്യാനം കൂടാനുള്ള ഒരു പ്രചോദനം അന്ന് ഈ പ്രോഗ്രാമിന്റെ തിരക്ക്, ഡാൻസ് പ്രോഗ്രാം, അതിന്റെ കൂടെ ഈ ഗാനമേള എല്ലായിരുന്നു. ഇനി അത് വേണ്ട, ഇനി കുറച്ച് സ്വസ്ഥമായിട്ട് ഒന്നിങ്ങനെ ഈ ടീച്ചിങ് ഒക്കെ ആയിട്ട് നമുക്ക് ക്ലാസ് എടുത്ത് അങ്ങനെ കഴിഞ്ഞാൽ മതി എന്നുള്ള ഒരു ഇതില് അങ്ങനെ അവരോട് പറഞ്ഞു. ഒരു 2 മാസം മുമ്പേ പറഞ്ഞു ഞാൻ ഈ ആ സീസൺ ലാസ്റ്റ് പ്രോഗ്രാമോട് കൂടി ഞാൻ ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഷൊർണൂർ മായന്നൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്തായിരുന്നു അന്ന് ലാസ്റ്റ് പ്രോഗ്രാം. അത്യാവശ്യം ജീവിക്കാനുള്ള സാമ്പത്തികമൊക്കെ ഇതുകൊണ്ട് ഒരു വീട് വെച്ചിരുന്നു പെരിന്തൽമണ്ണ. ഞങ്ങൾക്കൊരു വീട്, സ്വന്തമായിട്ട് വീട് വെച്ചു. മക്കള് ചെറിയ പിള്ളേരാണെന്ന്, അവര് പഠിച്ചു വരണു. പക്ഷെ ഈ ക്ലാസ് എടുത്താൽ തന്നെ നമുക്ക് ജീവിക്കാനുള്ള ഇഷ്ടംപോലെ ക്ലാസ് പെരിന്തൽമണ്ണ ടൗണില് ഓരോ ഡോക്ടേഴ്സിന്റെ ഒക്കെ വീട്ടില് പിള്ളേര് പഠിപ്പിച്ചിരുന്നു. ധ്യാനം കൂടി കഴിഞ്ഞപ്പോൾ എന്താ തോന്നുന്നത്? ധ്യാനം കൂടിയതിന് ശേഷം പിന്നീട് ഇങ്ങനത്തെ ഈ ഗാനമേളയ്ക്കോ മറ്റുള്ള ഒരു പ്രോഗ്രാമിനോ പോകാനായിട്ടുള്ള ഒരു ഇത് നമുക്ക് പിന്നെ തോന്നിയില്ല. ഈ സംഗീതം ദൈവത്തിന്റെ വരദാനമാണെന്നാണല്ലോ നമ്മൾ പറയുന്നത്. അതങ്ങനെ തന്നെയാണ് താനും. അപ്പൊ നല്ല മനസ്സിന് ആശ്വാസം പകരുന്ന നല്ല സംഗീതങ്ങളിലൊക്കെ ആലപിച്ചാൽ അതിൽ തെറ്റുണ്ടോ? തെറ്റില്ല. പക്ഷേ അതിനേക്കാളും ഏറ്റവും വലിയ സംഗീതം ഈശോയുടെ ആണെന്ന് പിന്നീട് ബോധ്യം വന്നു. അതിനുശേഷം അങ്ങനെ സിനിമാ പാട്ട് പാടാനോ പ്രോഗ്രാമിന് കീബോർഡ് വായിക്കാനോ ഒന്നും പോയിട്ടില്ല. അപ്പൊ നമുക്കതുകൊണ്ട് ഈ സെക്യുലർ സംഗീതത്തെ ഒരിക്കലും നമ്മൾ തള്ളി പറയുന്നില്ല. ഇല്ല, പക്ഷേ നമുക്കിനി അതിന്റെ ഒരു ആവശ്യകതയോ ഇതിലേക്കൊന്നും പോയില്ല എന്ന് മാത്രം. അവരെ നമുക്ക് എപ്പോഴും അതില് ബഹുമാനത്തോടെ തന്നെ കാണുന്നതും അതിനെ നമ്മൾ ഇതിലേക്കൊന്നും മാറി. അതെ, അത്രേ ഉള്ളൂ. പിന്നീട് കർണാട്ടിക് മ്യൂസിക് ആണെങ്കിലും ഒക്കെ ഹിന്ദു സഹോദരങ്ങളുടെ കയ്യിലാണ് അത് ദൈവീകരിച്ചിരിക്കുന്നത്. അതിൽ നിന്നാണ് നമുക്ക് അതിന്റെ അറിവ് കിട്ടിയിരിക്കുന്നത്. കർണാട്ടിക് മ്യൂസിക് ഞാൻ പഠിച്ചിരുന്നു ഒരുപാട് വർഷം, ഒരുപാട് മാഷന്മാരെടുത്തു. അതിൽ നിന്നെല്ലാം ഒത്തിരി പ്രയോജനം ചെയ്തു നമുക്ക് ഇഷ്ടംപോലെ. അതുകൊണ്ട് നമുക്കിപ്പോഴും ഈ ഗാന ശുശ്രൂഷയ്ക്ക് അതിന്റെ ആ റൂട്ടും കാര്യങ്ങളൊക്കെ നന്നായിട്ട് നമുക്ക് ഉൾക്കൊള്ളാനും അതനുസരിച്ച് നമുക്ക് ചെയ്യാനും സാധിക്കാം. അതിലേക്കെല്ലാം ശരിക്കും പരിശുദ്ധാത്മാവിന്റെ ഒരു അഭിഷേകം കൂടെ കടന്നു വന്നു. സത്യം കറക്റ്റ്. നമ്മൾ പാടുന്നത് അനേകർക്ക് അനുഗ്രഹമായിട്ട് മാറുക. വ്യത്യാസമായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ബ്രദറിന്റെ പാട്ടുകൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കേൾക്കുന്നവരുടെ മേലെ ഒരു അഭിഷേകം പകരപ്പെടും. അപ്പോ ഈ ഗൾഫിൽ ഈ ശുശ്രൂഷകളൊക്കെ ചെയ്തു, ജോലിയായിട്ടാണ് പോയതെങ്കിൽ പോലും ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ അവിടെ മറ്റെന്തൊക്കെ കാര്യങ്ങളായിരുന്നു? അവിടെ മെയിനായിട്ട് ജോലി രാവിലെ 9 മണി തൊട്ട് 1 മണി വരെ, പിന്നെ 4 to 9 അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും അവിടെ 2 മുസ്ലിം സഹോദരങ്ങളാണ് ഇതിന്റെ ഓണേഴ്സ്. പക്ഷെ ഞാൻ ഈ പ്രാർത്ഥനയിലുള്ള ഒരു വ്യക്തിയാണെന്ന് അവർക്ക് ശരിക്കും ബോധ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ചിലപ്പോ 5 മണിക്കൊക്കെ ഞാൻ ഈവനിങ്ങില് 9 o'clock വരെ ജോലി ചെയ്യേണ്ടടുത്ത് 5 മണിക്കൊക്കെ ഞാൻ പല ശുശ്രൂഷകൾക്കും വേണ്ടി ദൂരേക്കൊക്കെ പോകാനാണെങ്കിലൊക്കെ ചോദിച്ച് അവരെന്നെ വിടുമായിരുന്നു. അവരെന്നെ പറയായിരുന്നു ഈ പ്രാർത്ഥനയൊക്കെയാണ് ഈ സ്ഥാപനത്തിന്റെ നിലനിൽപ്പ്. അതുപോലെ ഞാൻ അവിടുന്ന് തിരിച്ചു പോരാനാണെങ്കിലും അവർക്ക് അല്പം പോലും താല്പര്യമേ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ ഇങ്ങനെ ശുശ്രൂഷയിലേക്ക് തന്നെ മടങ്ങാനാണെന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ അവർക്ക് തടയാൻ പറ്റാത്ത ഒരു ഇതില് ലാസ്റ്റ് 2 മാസം പ്രാർത്ഥിച്ച് ലാസ്റ്റ് അവസാനത്തെ 2ാമത്തെ ആഴ്ചയിലാണ് അവര് എന്നാ ശരി സമ്മതിച്ചു പൊക്കോളാൻ പറയുന്നത്. അങ്ങനെ എത്ര വർഷം അവിടെ ഉണ്ടായിരുന്നു? 12 വർഷം ഒരേ സ്ഥാപനത്തിൽ, നമ്മുടെ സ്വന്തം സ്ഥാപനം പോലെ തന്നെ ആയിരിക്കും. അവര് എന്നോട് ചോദിച്ചിട്ട് അവരൊക്കെ കാര്യങ്ങളെല്ലാം
ചെയ്യുകയൊക്കെ ചെയ്യുള്ളായിരുന്നു. അപ്പം അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നതിന് ശേഷം ശരിക്കും പിന്നെ ഗൾഫിൽ ജോലി ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും കുറച്ചുകൂടെ സാമ്പത്തികമായ ഒരു മെച്ചമൊക്കെ ഉണ്ടല്ലോ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ പിന്നെ ഒരു ശുശ്രൂഷ ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി മാത്രമാണല്ലോ ഇങ്ങോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും. അപ്പൊ ഇവിടെ വന്നപ്പോ പിന്നെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ മുന്നോട്ട് പോയത്? ഇവിടെ വന്ന് ഞാൻ അവിടുന്ന് പോരാൻ പിന്നെ അപ്പൊ അവിടുന്ന് ബെന്യച്ചനും കാപ്പിൽ ജോസിയേട്ടനും രണ്ടുപേരും പ്രാർത്ഥിച്ച് അവർക്ക് കിട്ടിയ ആ ഒരു ഇതനുസരിച്ചാണ്, ഒരു മെസ്സേജ് അനുസരിച്ചാണ് ഞാൻ തിരിച്ചു പോരുന്നത്. ഞാനപ്പോ ഓരോ വിസ അടിക്കുമ്പോൾ ഞാൻ ബെന്യച്ചനോട് ചോദിക്കുമായിരുന്നു, അച്ഛാ സമയം കഴിഞ്ഞെങ്കിൽ പറയണേ, ഞാൻ തിരിച്ചു പോരാനാണ്, ഇങ്ങനെ പറയുമായിരുന്നു. അപ്പൊ ആ 2017 ഞാൻ ചോദിച്ചപ്പോ ശരി റോയി എന്നാ തിരിച്ചു വരാൻ പറഞ്ഞു, ഈശോ തിരിച്ചു പോരാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. എന്നിട്ട് അച്ഛൻ ജോസിയേട്ടനോടും കൂടെ പ്രാർത്ഥിച്ചു. അവർ രണ്ടുപേരുടെയും ആ ഒരേ സന്ദേശം. അപ്പൊ അതിൽ പറഞ്ഞിരുന്നു, വീട്ടില് ഷീലയോട് വൈഫിനോട് ചോദിച്ചിട്ട് അനുവാദം കൂടെ കൊട്ടിയിട്ടേ പോരാവൂ. അപ്പൊ ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിച്ചു. ഷീല സമ്മതിച്ചു, അങ്ങനെ പോരാൻ പറഞ്ഞു. പക്ഷെ പറഞ്ഞിരുന്നു ഇങ്ങനെ പോരുന്നൊക്കെ കൊള്ളാം, ഇവിടെ വന്നാ പിറ്റേന്ന് തൊട്ട് എന്തെങ്കിലും പണിക്ക് വെക്കണല്ലേ, ഇവിടെ പിള്ളേരൊക്കെ ചെറിയ പിള്ളേര് പഠിച്ചുകൊണ്ടിരിക്കുന്നല്ലേ, വേറെ വരുമാനങ്ങളൊന്നുമില്ല. അപ്പൊ ഞാൻ അവിടുന്ന് തിങ്കളാഴ്ച രാത്രിയിലെ ഫ്ലൈറ്റിന് കയറി ചൊവ്വാഴ്ച രാവിലെ നെടുമ്പാശ്ശേരിയിലാണ് വന്നിറങ്ങി. അല്ല ശരിക്കും ഇവിടെ ഈ ശുശ്രൂഷ ചെയ്യുക എന്ന ഒരു ലക്ഷ്യത്തിൽ മാത്രമാണ് അല്ല വേറൊന്നുമില്ല, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പൊ അവിടുത്തെ ആ സാമ്പത്തിക സുരക്ഷിതത്വം എല്ലാം വിട്ടിട്ട് ഇങ്ങോട്ട് പോകുക. സാമ്പത്തികം എന്ന് പറഞ്ഞാൽ അന്നൊക്കെ അവിടെയാണെങ്കിൽ സ്കൂളിലാണെങ്കിലും വലിയ ഒരു ഇതില്ലായിരുന്നു. അപ്പോ തലേ മാസത്തെ ശമ്പളമൊക്കെയാണ് ഈ മാസം കിട്ടിയിരുന്നത്, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൊ എനിക്ക് പോരുമ്പോ ഒന്നും അവർക്കൊന്നും തരാൻ പറ്റാതെ 12 വർഷത്തെ ഇതൊന്നും അവര് തരാൻ അവരുടെ കയ്യിലില്ലായിരുന്നു. പക്ഷെ അവിടെയാണെങ്കിലും അവിടെ ഒരു അപ്പൊ അച്ഛൻ അവിടുന്ന് ഒരു ദിവസം അവിടെ ഈ സ്കൂളിൽ വന്നിട്ട് അച്ഛൻ അവിടെ ശുശ്രൂഷയ്ക്കൊക്കെ വരുമ്പോ അവിടെ വരുമായിരുന്നു. അപ്പം അങ്ങനെ അച്ഛൻ പ്രാർത്ഥിച്ചപ്പോ അവിടെ വണ്ടിയുണ്ട്, ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ ഒരുക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ ഈ പോരുന്നതിന് 1 വർഷം മുമ്പ് 2015 തന്നെ ഡ്രൈവിംഗ് ലൈസൻസും അതിനുശേഷം പലരുടെയും വണ്ടി എനിക്ക് ഉപയോഗിക്കാനായിട്ട് തന്നിരുന്നു. നായിക്കുംപറമ്പൻ അച്ഛന്റെ ഒരു ശുശ്രൂഷ നടക്കുമ്പോൾ ജബലാലിയില് അതിന്റെ ഗാന ശുശ്രൂഷയൊക്കെ എന്നെ ഏൽപ്പിച്ചിരുന്നു. അപ്പൊ അതിന് പോരാൻ അന്ന് രാവിലെ തന്നെ അവിടെ ഔട്ട്ലാൻഡർ എന്ന് പറഞ്ഞ മിത്സുബിഷിയുടെ വണ്ടിയൊക്കെ 1 മാസത്തോളം പിന്നെ അതെന്റെ കയ്യിലായിരുന്നു. പിന്നീട് സ്വന്തമായിട്ട് തന്നെ വണ്ടി മേടിച്ചു. അപ്പൊ അതിന്റെ എല്ലാം കടങ്ങളുണ്ട്. ഇവിടെ ആണെങ്കിലും വന്നാൽ പ്രത്യേകിച്ചൊന്നും വരുമാനങ്ങളൊന്നുമില്ല. അപ്പൊ അതൊക്കെ എന്താ ചെയ്യാന്നൊക്കെ ഞാൻ ഇങ്ങനെ ഒരുപാട് ഉരുകി പ്രാർത്ഥിക്കുമായിരുന്നു. അല്ല ഞാനങ്ങനെ എനിക്ക് ചിലരെ ഞാൻ കണ്ടിട്ടുണ്ട്, അതായത് ഈ വിദേശത്തൊക്കെ ജോലി ചെയ്തവര് അവര് ചില സന്ദേശങ്ങൾ കിട്ടി എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇങ്ങോട്ട് കലായിട്ട് ഇറങ്ങിച്ചു പോകുന്നത്, ഇവിടെ വന്ന് വാസവത്തിൽ പിന്നെ കിടന്ന് പക്ഷെ കയ്യും കാലും ഇട്ട് അടിക്കുക. അതെ, ഇത് ഞാൻ അവിടുന്ന് അങ്ങനെ പോരാൻ ഈ പ്രാർത്ഥിച്ചു. അപ്പൊ അവിടുത്തെ കടങ്ങളൊക്കെ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു വരാം, ഈശോയെ ശുശ്രൂഷയ്ക്കായിട്ട് പറഞ്ഞിട്ട് പോന്നിട്ട് ഇവിടെ വന്നിട്ട് സമാധാനക്കേട്. അവിടുന്നാണെങ്കിൽ ഈ കടബാധികളൊക്കെ എങ്ങനെ തീർത്തിട്ട് പോരും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ ആ ലാസ്റ്റ് 2 ആഴ്ചക്കുള്ളിൽ ഈശോ അതെല്ലാം ക്രമീകരിച്ചു തന്നു. അവിടെയുള്ള എല്ലാം മിക്കവാറും ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ ഞാൻ പോകുമായിരുന്നു. പ്രൈസ് ആൻഡ് വർഷിപ്പായിട്ടും പ്രാർത്ഥനയ്ക്കായിട്ടും എന്തോ എന്നെ ഏൽപ്പിക്കുന്ന എല്ലാം ഞാൻ അതിനു വേണ്ടി പോകുമായിരുന്നു. അപ്പൊ ഇവരെല്ലാരും എനിക്ക് പോരുന്നതിന് മുമ്പേ സെൻഡ് ഓഫ് തരുമായിരുന്നു. അപ്പൊ ഈ സെൻഡ് ഓഫ് തന്ന് ഭക്ഷണമൊക്കെ നല്ല ഭക്ഷണമൊക്കെ ഒരുക്കി തന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് എല്ലാവർക്കും പോരുന്നതിൽ സങ്കടമുണ്ട്. പക്ഷെ ഇങ്ങനെ ശുശ്രൂഷയ്ക്കാന്ന് പറഞ്ഞത് കൊണ്ട് അവർക്കൊക്കെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. എന്തായാലും ഈ സെൻഡ് ഓഫിന്റെ ലാസ്റ്റ് ഒരു കവർ എനിക്ക് തരുമായിരുന്നു. അപ്പൊ അവിടുത്തെ 1000, 2000, 3000 ഒക്കെ ദർഹങ്ങൾ ഓരോ കവറിലിട്ട് അവര് തരുമായിരുന്നു. പക്ഷെ അത് എനിക്ക് അവിടുത്തെ എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചു തിരിച്ച് നാട്ടിലേക്ക് പോരാൻ ഒരു കുറച്ച് പൈസ, ഒരു 2-2.25 ലക്ഷത്തോളം രൂപ നാട്ടിലേക്ക് വായിച്ച് സമാധാനത്തിൽ അവിടുന്ന് പോന്നു. ഇവിടെ വന്ന് കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു. അപ്പൊ ഇവിടെ വന്നിട്ട് പിന്നെ നേരെ ധ്യാനേന്ദ്രത്തിൽ അതെ, ഇവിടെ വന്ന് ഞാൻ ചൊവ്വാഴ്ച ഇറങ്ങി. പിന്നെ ബുധനാഴ്ച വ്യാഴാഴ്ച ഒക്കെ ആയപ്പോഴത്തേന് എനിക്കൊരു ഇതിങ്ങനെ തുടങ്ങി. എന്താ വെച്ചാൽ ഇനി എങ്ങോട്ട് പോകും? ഞാൻ ബഥാനിയ ധ്യാന കേന്ദ്രത്തിലേക്ക് ശുശ്രൂഷിക്കാന്ന ഞാൻ അവിടുന്നൊക്കെ പറഞ്ഞത് പുല്ലൂരാമ്പാറ. പക്ഷെ അവിടെ എന്നെ വിളിച്ചിട്ടില്ല, അച്ഛനീ കാര്യം അറിയത്തില്ല, ഒന്നുമില്ല. പക്ഷെ അപ്പോഴേ ഞാനിങ്ങനെ ആലോചിച്ചു, ഇനി ഇതിങ്ങനെ പറഞ്ഞു നടന്നിട്ട് അത് സംഭവിച്ചില്ലെങ്കിൽ അത് നാണക്കേടാവുമല്ലോ. പിന്നെ ഞാൻ ആ പറച്ചിൽ നിർത്തി. പിന്നീട് ഇങ്ങോട്ട് ശുശ്രൂഷിക്കാന്ന് പറഞ്ഞ് പോകുന്നതേ ഉള്ളൂ. പക്ഷെ ഇവിടെ വന്ന് വ്യാഴം, വെള്ളി എവിടേക്കാ ഇനി പോവുക? എന്തായാലും വെള്ളിയാഴ്ച സീനായി പോയി പ്രാർത്ഥനയെ കഴിഞ്ഞ് അച്ഛൻ ജൈനച്ചൻ തലയെ കൈവച്ച് പ്രാർത്ഥിച്ചൊക്കെ വിട്ടു. അന്ന് രാത്രിയിലുണ്ട് ബെന്യച്ചൻ ബദാനിയെന്ന് വിളിക്കുന്നു, റോയി നാളെ രാവിലെ ഇങ്ങോട്ട് വരണം. അവിടുത്തെ പാട്ടുകാരൻ ബിനു ആയിരുന്നു. ബിനുവിന്റെ ശബ്ദമൊക്കെ പോയി.
അപ്പൊ വേഗം നാളെ രാവിലെ ഇങ്ങോട്ട് വരണം. അപ്പൊ ആ ആഴ്ച തൊട്ട് തന്നെ അവിടെ ധ്യാനത്തിൽ. പിന്നീട് ബിനുവിന്റെ ഒക്കെ ശബ്ദം ശരിയായെങ്കിലും പിന്നീട് ഞങ്ങൾ രണ്ടുപേരും അവിടെ ശുശ്രൂഷയിലായിരുന്നു. അപ്പൊ അവിടെ കൗൺസിലിങ്ങിനും മറ്റുള്ള കാര്യത്തിനും മധ്യസ്ഥ പ്രവർത്തനയ്ക്കും ബിനുവിന്റെ കൂടെ തന്നെ ഗാന ശുശ്രൂഷയ്ക്കും എല്ലായിട്ട് അവിടെ. അവിടെ എത്ര വർഷം ഉണ്ടായിരുന്നു? അവിടെ ഒരു 2 വർഷത്തിനടുത്തുണ്ടായിരുന്നു. 17 തൊട്ട് 19 വരെ അവിടെ. 19-ലാണ് സീനായിൽ. ശരിക്കും ഗാന ശുശ്രൂഷ മാത്രമല്ല, അതിനോടൊപ്പം കൗൺസിലിംഗ് ഒക്കെ ചെയ്യാറ് പുറത്ത്. പിന്നെ ഇപ്പോഴും സീനായിൽ നിന്നാണെങ്കിലും ഞങ്ങള് കണ്ണൂർ ഭാഗത്ത് ഇടവക ധ്യാനത്തിന് പോകുമ്പോഴെല്ലാം കൗൺസിലിങ്ങിനും അച്ഛനും. അതിനുശേഷം അവിടുന്ന് പിന്നെന്തായി? 2 വർഷം കൊണ്ട് ഇങ്ങോട്ട് പോകുന്നു. പിന്നെ ഇങ്ങോട്ട് പോകുന്ന ഇവിടുത്തെ സീനായത്തെ പാട്ടുകാരനായിരുന്നു ഷൈജു എന്ന് പറഞ്ഞു. ഷൈജു അതിന് ഇസ്രായേലിലേക്കും ഇങ്ങോട്ടോ പോകാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പായിരുന്നു. അപ്പം ഷൈജുവിന് പോകാൻ വേണ്ടിയിട്ട് അപ്പൊ പിന്നെ ഇവിടെ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു ആന്റണി ചേട്ടൻ ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടേക്ക് എന്തായാലും വരണം എന്നും പറഞ്ഞിട്ട് അച്ഛന്റെ ആ ഒരു വിളി കേട്ടപ്പം ഞാൻ പിന്നെ അവിടെ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ഇങ്ങനെ ഇവിടെ ആളില്ല. അപ്പൊ അച്ഛൻ ഇങ്ങനെ ജയിനച്ഛൻ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ വരാവോ എന്ന് ചോദിച്ചിട്ടുണ്ടെന്ന്. അപ്പൊ അച്ഛൻ പ്രാർത്ഥിച്ച് നോക്കിയിട്ട് ഒന്ന് പറയാൻ പറഞ്ഞു. അച്ഛൻ പ്രാർത്ഥിച്ചു 1 മണിക്കൂർ കഴിഞ്ഞ് പറഞ്ഞു, എന്നാ റോയി അച്ഛനോട് പറഞ്ഞു അങ്ങോട്ട് പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അന്ന് തൊട്ട് ഇങ്ങോട്ട് പോന്നു. പക്ഷെ അതിനുശേഷം ബെന്യച്ചൻ രൂപതയുടെ ചാൻസലറായിട്ട് അങ്ങ് പോയി. ആ ടീമെല്ലാം പിരിഞ്ഞു പോയി. കറക്റ്റ് സമയത്ത് തന്നെ ഈശോ അവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റി. അല്ല, ഈ പല ശുശ്രൂഷകരുടെയും ജീവിതത്തിൽ കണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇതുപോലെ. ഇപ്പൊ ഒരു സെൻട്രൽ വന്ന് അവിടെ കുറെ കാലം ഇങ്ങനെ, അത് കഴിഞ്ഞ് അവിടുത്തെ അച്ഛനങ്ങ് മാറിക്കഴിഞ്ഞാൽ അതോടുകൂടി ഈ ശുശ്രൂഷകന്റെ അവസ്ഥ വളരെ പരിതാപകരമായി തീരുക. പിന്നെ വരുന്ന ഡയറക്ടർക്ക് അല്ലെങ്കിൽ ധ്യാനഗുരുവിന് ഇദ്ദേഹമായിട്ട് ബന്ധമുണ്ടാവില്ല. അപ്പം ഈ പുതുതായിട്ട് വരുന്ന ആള് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട മറ്റൊരാളെ ആയിരിക്കും അവിടെ അപ്പോയിന്റ് ചെയ്യുന്നത്. അപ്പൊ പഴയ ആള് ഓട്ടോമാറ്റിക്കലി അവിടുന്ന് പുറത്താകുക. അയാൾക്ക് പിന്നെ യാതൊരു മാർഗവുമില്ല. അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് ചിലപ്പോൾ സഭാവിരോധികളായിട്ട് വരെ മാറുന്ന, അല്ലെങ്കിൽ സഭയിൽ നിന്ന് തന്നെ മാറിപ്പോയിട്ടുള്ള അങ്ങനെയുള്ളവരുണ്ടായിട്ടുണ്ട് വിശ്വാസത്തിൽ പോലും. അങ്ങനെയുള്ള ചില വളരെ സങ്കടകരമായ അവസ്ഥകളൊക്കെ പലപ്പോഴും പലരുടെയും ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. വാസ്തവത്തില് നമ്മുടെ ശുശ്രൂഷകർ പലരും വളരെ അരക്ഷിതമായ അവസ്ഥയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും. പിന്നെ കർത്താവ് വിളിച്ചിട്ടാണ് ഇറങ്ങിയിരിക്കുന്നതെങ്കിൽ അത് ഉറപ്പായിട്ടും കർത്താവ് അടുത്ത വാതിൽ തുറന്നിരിക്കും. അത്രേ ഉള്ളൂ. നമുക്ക് മനുഷ്യരുടെ ഉറപ്പുകളൊന്നും ഇല്ലെങ്കിലും, മനുഷ്യർ സഹായിച്ചില്ലെങ്കിലും ദൈവം അടുത്ത വഴി തുറന്നിരിക്കും. അപ്പം ഏറ്റവും മസ്റ്റായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് കർത്താവ് വിളിച്ചിട്ടാണോ ഇത് ഇറങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ് സത്യം. അങ്ങനെയെങ്കിൽ വിളിച്ചവൻ വിശ്വസ്തനാണ്. അവൻ അടുത്ത വാതിൽ ഓപ്പൺ ചെയ്തിരിക്കും. ഒരു സംശയമാണ്, അടയുന്നതിന് മുമ്പ് തന്നെ അടുത്തത് തുറന്നിരിക്കും. അബുദാബിയിലേക്ക് ഞാൻ പോകുമ്പോ തന്നെ ബെന്യച്ചൻ പറഞ്ഞിരുന്നു, അത്യാവശ്യം നമ്മുടെ കാര്യങ്ങളൊക്കെ ആയാൽ തിരിച്ചിങ്ങോട്ട് തന്നെ ഇതിലേക്ക് തന്നെ വന്നേക്കണം, ശുശ്രൂഷയിലേക്ക് തന്നെ. പക്ഷെ അബുദാബി പോയിട്ടാണെങ്കിലും ഈ ജോലി ഇങ്ങനെ ഉണ്ടെങ്കിൽ പോലും പ്രധാനമായിട്ട് നമ്മുടെ ജോലി ഈശോയ്ക്ക് വേണ്ടി. ഈ അബുദാബിയിൽ 10-12 വർഷം ഉണ്ടായിരുന്നെങ്കിലും വലിയ കാര്യമായിട്ടൊന്നും സമ്പാദിച്ചില്ലായിരുന്നു. ഇല്ല, ഇതിങ്ങനെയൊക്കെ തന്നെ പോകുന്നത്. അങ്ങ് കഴിഞ്ഞുകൂടി പോയതേ ഉള്ളൂ. വീടായി. പിന്നെ വീട് കെട്ടിക്കഴിഞ്ഞപ്പോ ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ ഇനി ഒരു 4 ചക്രമുള്ള ഒരു വണ്ടിയും കൂടെ തന്ന ഉപകാരമായിരുന്നു. അപ്പം മക്കളൊക്കെ ആയി കഴിഞ്ഞപ്പോഴോ? മക്കളൊക്കെ അവരുടെ പഠിത്തമൊക്കെ നന്നായിട്ട് അവരെ ഡിഗ്രിയിലേക്കൊക്കെ എത്തിച്ച് എല്ലാവരും. ഇപ്പം ചെറിയ മോനാണെങ്കിൽ MBAക്ക് എത്ര മക്കളുണ്ട്? 3 ആൺകുട്ടികൾ. അവരൊക്കെ എന്ത് ചെയ്യുന്നു? മൂത്തവർ 2 പേരും കല്യാണം കഴിഞ്ഞു. മൂത്ത മോൻ BCA ആയിരുന്നു. അപ്പം 2 വർഷത്തെ ഒരു കോണ്ടാക്റ്റില് കോഴിക്കോട് മൈത്ര ഹോസ്പിറ്റലായിരുന്നു. ഇപ്പൊ അവിടുത്തെ കോണ്ടാക്ട് കഴിഞ്ഞപ്പോ മണ്ണാർക്കാട് വരെ താമസിക്കുന്നു. മോന്റെ ഭാര്യ അവിടെ മദർ കെയർ ഹോസ്പിറ്റലില് ഓപ്പറേഷൻ തിയേറ്ററിലെ നേഴ്സാണ്. അപ്പൊ അവരവിടെ സന്തോഷമായിട്ട് ഒരു കുഞ്ഞുകൊണ്ട്, ആ മോളുടെ അമ്മയുണ്ട് അവരുടെ കൂടെ. അപ്പൊ അവരെല്ലാം കൂടെ അവിടെ സുഖമായിട്ട് താമസിക്കുന്നു. ഞങ്ങൾ സമയം കിട്ടുമ്പോഴൊക്കെ അവരുടെ അടുത്ത് പോയി കുഞ്ഞിനെ കാണും. പിന്നെ 2ാമത്തെ മോനും ഭാര്യയും കോയമ്പത്തൂരാണ്. അവനവിടെ ഒരു അമേരിക്കൻ കമ്പനിയുടെ IT കമ്പനിയില് മോൻ ജോലി ചെയ്യും. വൈഫ് ഫാർമസിസ്റ്റ് ആയിട്ട് അവിടെ ഒരു ഹോസ്പിറ്റൽ. 3ാമത്തെ ആളിപ്പോ കൂടെ ഉണ്ട്? അല്ല, 3ാമത്തെ ആളിപ്പോ കൂടെ അല്ല, അവൻ ബാംഗ്ലൂരാണ്. MBAക്ക് ഇല്ല. അവൻ ചെറിയ 22-23 വയസ്സായിട്ട്. ഇപ്പൊ നിങ്ങൾ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ശുശ്രൂഷകൾക്കൊക്കെ? അതെ. ഞങ്ങൾ പോകുമ്പോഴൊക്കെ, ക്ലാസ്സിന് പോകുമ്പോഴൊക്കെ വൈഫിന്റെ കൂടെ പോരും. ഭാര്യയും എന്തെങ്കിലും ശുശ്രൂഷ ചെയ്യുമോ? ശുശ്രൂഷ നന്നായിട്ട് പ്രാർത്ഥിക്കും. വീട്ടിലിരുന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഈ ശരിക്കും ഈ മുണ്ടൂർ ധ്യാനകേന്ദ്രത്തിൽ ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പൊ എത്ര കാലമായി? 2019 ശേഷം ഇന്ന് വരെ അവിടെ തന്നെ.
അവിടുത്തെ എല്ലാ ശുശ്രൂഷകളും ആ ശുശ്രൂഷ തുടങ്ങിയിട്ട് ഇപ്പൊ കഴിഞ്ഞ ഒരു ധ്യാനത്തിന് മാത്രമാണ് എനിക്ക് പനി പിടിച്ച് കിടന്നിട്ട് തൃശ്ശൂരിൽ നിന്ന് വേറൊരു പാട്ടുകാരൻ വന്നിട്ട് പിന്നെ പാടുന്നു. അല്ലാത്ത എല്ലാ ശുശ്രൂഷയ്ക്കും ഏകദിനത്തിനായാലും താമസിച്ചുള്ളതിനെല്ലാത്തിനും അവിടെ സജീവമായിട്ട് ദൈവം അവിടെ നിർത്താറ്. ഇടയ്ക്ക് ചോദിക്കട്ടെ, എപ്പോഴെങ്കിലും ഈ ചില മടുപ്പൊക്കെ നമുക്ക് ഫീൽ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാവുമല്ലോ. ഇപ്പൊ പഴയ ഗൾഫിൽ തന്നെയൊക്കെ അങ്ങ് നിന്നാ മതിയായിരുന്നു, ചുമ്മാ ഇങ്ങോട്ട് വന്ന ഈ ശുശ്രൂഷ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇതുവരെ തോന്നിയിട്ടേ ഇല്ല. എന്താ വെച്ചാൽ അവിടെ നിൽക്കുന്നേക്കാളും നമ്മുടെ വീട്ടിൽ ജീവിത പങ്കാളിയോടും മക്കളോടും കൂടെ ആയിരിക്കുക എന്നുള്ളത് കുറെ കൂടെ സാമ്പത്തികമായ ഒരു സുരക്ഷിതത്വവും അങ്ങനെ ഒരു നേട്ടമൊക്കെ ഉണ്ടാകുന്ന അവിടെ നിൽക്കുമ്പോഴായിരുന്നു. അതെ അതെ. ഇവിടെ വരുമ്പോ നമുക്കറിയാലോ. അതെ, പക്ഷെ അങ്ങനത്തെ ഒരു ചിന്തയെ വന്നിട്ടില്ല. നമുക്കങ്ങനെ കഴിഞ്ഞു പോകാനുള്ള ഈശോ എവിടെയായാലും. ഈ ഗാന ശുശ്രൂഷയോടൊപ്പം തന്നെ അങ്ങ് മറ്റെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇവിടെ അവിടെ ചെയ്ത പോലെ എന്തെങ്കിലും ഈ മ്യൂസിക് പഠിപ്പിക്കുകയോ? മ്യൂസിക് പഠിപ്പിക്കുന്നുണ്ട്. അവിടെ പെരിന്തൽമണ്ണ ഞങ്ങൾക്ക് ഒരു സ്കൂളുണ്ട്, 2001 തുടങ്ങിയതാ. ഇപ്പൊ 23 വർഷത്തോളായി. അവിടെ ധാരാളം കുട്ടികൾ അവിടെ കീബോർഡ് ഒക്കെ പഠിക്കാൻ, പിയാനോ പഠിക്കുന്നു. ട്രിനിറ്റി കോളേജ് ഓഫ് UK ലണ്ടന്റെ അതിന്റെ എക്സാം ചെയ്യിക്കുന്നു ഞങ്ങള്. 2001 തൊട്ട് തന്നെ അതിന്റെ എക്സാം ചെയ്യാറ്. പിയാനോ മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ? ഗിറ്റാറും ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ പിയാനോ മാത്രമേ. ശരി. എത്ര കുട്ടികളൊക്കെ പഠിക്കാൻ പറ്റുന്നുണ്ട് അവിടെ? ഒരു 10-25 കുട്ടികളുടെ മുകളിലുണ്ട്. എല്ലാ സീസണിലും ഉണ്ടാവും? എല്ലാ പുതിയ പുതിയ കുട്ടികൾ വന്നുകൊണ്ടേയിരിക്കും. അപ്പം അതിൽ നിന്ന് നമുക്കൊരു ന്യായമായ വരുമാനമുണ്ട്. ഉണ്ട്. പിന്നെ ഓൺലൈൻ ക്ലാസ് എടുക്കുന്നുണ്ട്, UK എടുക്കുന്നുണ്ട്, ഓസ്ട്രേലിയ, അബുദാബി 3 സ്ഥലങ്ങളിലൊക്കെ. ഈ പിയാനോ ഓൺലൈൻ. അത് കൊറോണ കാലത്താണ് അങ്ങനത്തെ ഒരു ഇതിലേക്ക് വന്നത്. അത് ശരി. അത് വലിയൊരു അനുഗ്രഹമായി. നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ്സുകളൊക്കെ ഓഫായപ്പം ഈ ഓൺലൈൻ തുടങ്ങി. അത് ശരിക്കും വലിയൊരു ദൈവാനുഗ്രഹം തന്നെയായിരുന്നു. നമ്മുടെ അക്കൗണ്ടിലേക്ക് ഓരോ മാസത്തെ ഫീസ് അയച്ചു തരും. അപ്പൊ അത് നമുക്ക് വാസ്തവത്തിൽ കുറച്ചുകൂടെ സൗകര്യമായി, ഭയങ്കര സൗകര്യം. വീട്ടിൽ ഇരുന്നാ മതി, സമയം പോകുന്നില്ല. ഏത് ടൈമാണ് ആ ടൈമിൽ അവര് അത് 3-4 പിള്ളേരെ ഒരുമിച്ച് 3-4 സ്ഥലത്തുള്ള പിള്ളേരെ ഒരേ ടൈമിൽ തന്നെ ചെയ്യാൻ പറ്റും. ചുരുക്കി പറഞ്ഞ കോവിഡ് നമുക്ക് അനുഗ്രഹമായി. തീർച്ചയായിട്ടും കൂടുതൽ നേട്ടം ഉണ്ടാവുകയായിരുന്നു. അതെ. അതുപോലെ ഞങ്ങളുടെ കുറച്ച് സ്ഥലം, ഒരു 1/2 ഏക്കറിന്റെ അടുത്ത് സ്ഥലമുണ്ട്, ഞങ്ങളുടെ വീതം കിട്ടി. അത് കാട് പിടിച്ച് കിടക്കായിരുന്നു. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ ആ കോവിഡ് കാലത്ത് അതെല്ലാം വെട്ടിത്തെളിച്ച് കൃഷിയാക്കി. പിന്നെ റബ്ബർ 2ാമത് പ്ലാൻ ചെയ്തു. അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് കുറെ കൃഷിയൊക്കെ ചെയ്ത് ഞങ്ങള് അത് കൊണ്ട് പച്ചക്കറിയൊക്കെ കൊണ്ടേ കൊടുക്കുമായിരുന്നു. പൊതുവിൽ ജീവിതം വളരെ ഹാപ്പി ആയിട്ട് അനുഗ്രഹിച്ചിട്ട് സന്തോഷമായിട്ട് ഇനിയും മുന്നോട്ട് ഈ ശുശ്രൂഷ ജീവിതത്തിൽ തന്നെ മരണം വരെയും അതെ അങ്ങനെ തന്നെ. മരിക്കുമ്പം പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മരിച്ചാൽ അതൊരു സന്തോഷം. ഓക്കെ, അങ്ങയുടെ ആഗ്രഹം പോലെ തന്നെ കർത്താവ് മുൻപോട്ട് നടത്തട്ടെ. മരണം വരെ ഈ ശുശ്രൂഷയിലായിരിക്കുവാനായിട്ടുള്ള എല്ലാ കൃപകളും കർത്താവ് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തീപിടിച്ചോരിൽ നമുക്ക് മറ്റൊരു വ്യക്തിയുമായിട്ട് അടുത്ത ആഴ്ചയിൽ കണ്ടുമുട്ടാം. അതുവരെ കർത്താവിന്റെ കൃപയിൽ നമ്മളെല്ലാവരും സൂക്ഷിക്കപ്പെടട്ടെ. ആമേൻ.